ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടാലോ? നാളെ മഴതോരൻ മുൻപ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നാളത്തെ പ്രൊമോ റിവ്യൂ ആണ്. അപ്പോൾ പ്രൊമോയിൽ കാണിച്ച ഭാഗങ്ങളും അതുപോലെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ സ്റ്റോറി ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക, കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളത്തെ സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ കൃഷ്ണമോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലീന. ആ സമയത്ത് വൈജയന്തി വിളിക്കുകയാണല്ലോ. അങ്ങനെ ആ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുന്നത്. വൈജയന്തി വിളിച്ചിട്ട് കൊച്ചിനോട് കൊഞ്ചാൻ നിൽക്കാതെ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. കൃഷ്ണമോളെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. അത് നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ അലീന നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഒരു സംസാരം കേട്ടതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മാഡം, എന്നോട് കുറച്ച് അമ്മയുടെ മകള് എന്നെ കുറച്ച് ജോലികളൊക്കെ ഏൽപ്പിച്ചതാണ്. മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ഇവിടെ കുറേ ജോലിയുണ്ട്, വീടും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറയണം. അപ്പം അതിനിവിടെ കുഞ്ഞുമോളുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതെനിക്കറിയില്ല, എന്നോട് ഇന്നത്തെ ജോലിയൊക്കെ കുഞ്ഞുമോൾ ചേച്ചി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, നാളെ മുതൽ എന്നോട് ചെയ്യാൻ പറഞ്ഞു, അതാണ് പറഞ്ഞത് എന്ന് അലീന പറയാട്ടോ. അവിടത്തെക്കാളും കഷ്ടാവോ കുഞ്ഞ് നിന്റെ ഇവിടുത്തെ ജീവിതം എന്നിങ്ങനെ ആവലാതി കൊള്ളുകയാണ് മുത്തശ്ശി. അവിടെ പിന്നെയും എനിക്ക് സംസാരിക്കാൻ ഒരു വോയിസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവളുടെ അടുത്ത് ആരെന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അത് സാരല്ല മുത്തശ്ശി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യോളാം, എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല, വീട് നോക്കുന്നതോ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുത്തശ്ശിയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കാം, ഇത് എൻ്റെ കൂടെ ആവശ്യമായി പോയില്ലേ എന്ന് പറയാട്ടോ. എന്ത് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. നിൻ്റെ ആവശ്യം എന്താണ് അത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അലീന അയ്യോ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ, അങ്ങനെയല്ല മുത്തശ്ശി, ഈ ജോലി ചെയ്ത് ശമ്പളം കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമില്ലേ, എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ അല്ലേ അതൊക്കെ തീർക്കണ്ടേ, പ്രജിത്ത മമ്മി ഏൽപ്പിച്ചിട്ട് പോയ കടങ്ങളൊക്കെ അല്ലേ അതൊക്കെ തീർക്കണ്ടേ എന്ന് പറയാണ്. അങ്ങനെ അലീന പിന്നീട് മക്കളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണമോളോട് സംസാരിച്ചു, നല്ല കുട്ടിയാണല്ലേ മുത്തശ്ശി, അവൾ എന്നോട് ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിച്ചത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കൃഷ്ണമോളെ. ബബിത എന്താ മുത്തശ്ശി അങ്ങനെ സംസാരിക്കാത്തത്? അതുപോലെ രോഹിതും വന്നപ്പോൾ എന്നോട് സംസാരിച്ചായിരുന്നു, പക്ഷേ ബബിത ഒന്നും മിണ്ടിയില്ല, ഭയങ്കര ഗൗരവമാണ്, അവളുടെ അമ്മയെപ്പോലെ ഗൗരവത്തിലാണല്ലോ എന്ന് പറയാട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അങ്ങനത്തെ ഒരു തരക്കാരിയാണ്, ആരോടും അധികം സംസാരിക്കാനൊന്നും നിൽക്കത്തില്ല, എടുത്തടിച്ച പോലെ. വൈജയന്തിയുടെ കുറച്ചൊക്കെ സ്വഭാവ ഗുണം അവൾക്കാണ് കിട്ടിയത്, പക്ഷേ കൃഷ്ണമോൾ അങ്ങനെയല്ല, ബാലചന്ദ്രൻ്റെ സ്വഭാവമാണ്, പാവമാണ് കൃഷ്ണമോൾ, ഏത് സമയം മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരും എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കും തോന്നി കൃഷ്ണമോൾ നല്ല കുഞ്ഞാണെന്ന്, എന്നോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വൈജയന്തി അലീനെ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം, ഞാൻ ഇവിടേക്ക് പോവുകയാണ്, ബാങ്കിലേക്ക് പോവുകയാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ രോഹിത്തിനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് അലീനയെ വരുതിയിൽ നിർത്താനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം രോഹിത്ത് വല്ലാണ്ട് അടുക്കുന്നില്ല. രോഹിത്തിനൊരു ലവറുണ്ട്, റൂബി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആ റൂബി എന്നൊരു ലവർ ഉള്ളത് കാരണം അവന് വല്ലാണ്ട് അടുക്കുന്നില്ല. അപ്പോൾ രോഹിത്തിനെ എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്തിയാൽ മാത്രമേ ഹരിയുടെ കാര്യം നടക്കുള്ളൂ. കാരണം ഹരിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ രോഹിത്തിനെ കൂട്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ രോഹിത്തിനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ എന്നെ കൂട്ടണ്ട, എനിക്ക് പേടിയാണ്, അമ്മയെ എനിക്ക് നല്ല പേടിയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ച് പൊറിപ്പിക്കത്തില്ല എന്നൊക്കെ പറയാണ്. നീ ഒരു ആങ്കൊച്ചല്ലേടാ, നമുക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ പറ്റും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുക കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യേണ്ട പ്രായമല്ലേ. ഇതാണെങ്കിലോ ആരുമില്ല, ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലാത്തൊരു പെണ്ണ്, അതും സുന്ദരി, ഇത്രയും സൗന്ദര്യം ഇതിന് എവിടെ നിന്ന് കിട്ടിയാവോ എന്നൊക്കെ രോഹിത് എന്നോട് ഇങ്ങനെ പറയട്ടോ. ഹരി നീ ഒന്ന് നിർത്തിയേ ഹരി, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ ഭ്രാന്താവുന്നു, നീ എന്തെങ്കിലും ചെയ്യും, ഞാനില്ല ഒന്നിനും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന വീണ്ടും അങ്ങനെ ബബിതയുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അലീന ബബിതയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ബബിത ഒന്നും കൂട്ടാക്കുന്നില്ല, സംസാരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല, ഭയങ്കര ഗൗരവത്തിൽ തന്നെ മുകളിലേക്ക് പോവുകയാണ്. അലീന റൂമിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബബിത വരുന്നത് കാണുകയും അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ
ഒന്നും മിണ്ടാതെ ബബിത മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ബാലചന്ദ്ര മേനോന് ജോലിയൊക്കെ കഴിഞ്ഞ് വരികട്ടോ. അതായത് ശിവശങ്കര മേനോനെ കൊണ്ടാക്കാൻ പോയിട്ട് അവിടെ നിന്ന് നേരെ അയാൾ കടയിലേക്കാണ് പോയത്. കടയിൽ നിന്നാണ് പിന്നീട് രാത്രിയിൽ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് അലീനയോട് ബാലചന്ദ്ര മേനോൻ വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. സ്നേഹനികേതനത്തിലെ ആളുകളെക്കുറിച്ചും അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അലീന എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ബാലചന്ദ്രന് ഇങ്ങനെ ചോദിക്കുന്നതൊന്നും വൈജയന്തിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്തിനാ ഇങ്ങനെ ചോദിച്ചറിയുന്നത്? അവൾ അനാഥയാണെന്നല്ലേ പറഞ്ഞത്, അവൾക്ക് ആരുമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് വൈജയന്തി ബാലചന്ദ്ര മേനോനോടെ. ഇവൾക്ക് അവിടെ ആരുമില്ല, ഇവള് അമ്മയോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു വെച്ചേക്കാണ്. അമ്മ പറയുന്നത് കേട്ടു, ഇവളേതോ ഒരു മമ്മിയുടെ പേരൊക്കെ പറഞ്ഞു എന്ന്. ആർക്കറിയാം ആ സ്ത്രീ എങ്ങനെയുള്ളവളാണെന്ന്. അങ്ങനെ ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന, അതും ഒരു സ്ത്രീ ആകുമ്പോൾ ആളുകൾ മോശമായിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ നല്ല രീതിയിലൊന്നുമല്ല സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ആ സ്ത്രീയും എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയാണ് വൈജയന്തി. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരും കേട്ടോ. അലീന പറയുന്നുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എൻ്റെ മമ്മിയെ പറഞ്ഞാലുണ്ടല്ലോ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ സഹിക്കും, ക്ഷമിക്കും. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും തല്ലിയാലും ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചേക്കാം, സഹിച്ചേക്കാം. പക്ഷേ എൻ്റെ മമ്മിയെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും മോശമായി സംസാരിക്കുന്നത് എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഞാനത് സഹിക്കുകയില്ല, ക്ഷമിക്കുകയില്ല എന്ന് പറയാട്ടോ. ഒരു വാക്ക് പോലും എൻ്റെ മമ്മിയെ പറ്റിയിട്ട് പറയരുത് എന്ന് പറയണേ. അത് കേട്ടിട്ട് പറഞ്ഞ നീ എന്ത് ചെയ്യടി എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് വൈജയന്തി. ആ സമയത്തിട്ട് ഇരിക്കുന്നിടത്തുനിന്ന്, ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കത്തില്ല. എൻ്റെ മമ്മിയെക്കുറിച്ച് അങ്ങനെ അനാവശ്യമായി സംസാരിച്ചാൽ ഞാൻ കേട്ട് നിൽക്കത്തില്ല, ഞാൻ അതിന് പ്രതികരിക്കും. നിങ്ങൾ എന്നെയല്ലേ ജോലിക്ക് എടുത്തു കൊണ്ടുവന്നേക്കുന്നത്, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് മോശമായിട്ടും സംസാരിച്ചോ, ഞാൻ കേട്ട് നിന്നോളാം. പക്ഷേ എൻ്റെ മമ്മിയെ പറ്റിയിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കത്തില്ല. ഏതൊരു പെറ്റമ്മയേക്കാളും എത്രയോ നല്ല ഒരു ആളായിരുന്നു എന്നെ വളർത്തിയ എൻ്റെ ബ്രിജിത്ത മമ്മി. ആ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എൻ്റെ മമ്മിയെക്കുറിച്ച് സംസാരിക്കാൻ? ആ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. ഓരോരുത്തരുടെയും പാസ്റ്റിൽ ഓരോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെ ആരുടെയൊക്കെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാണെങ്കിലും എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും. ഒരു സത്യവും എല്ലാ നാളും മൂടി വെക്കാനൊന്നും പറ്റത്തില്ല, എല്ലാം പുറത്തു വരും. അതുപോലെ എല്ലാവരിലും ഉണ്ടാകും ഓരോ പാസ്റ്റ്. എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്റ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാസ്റ്റേ ഇല്ല. അത്രയും ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ മമ്മി എന്നൊക്കെ മമ്മിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം. അതിനിടയ്ക്ക് വൈജയ്ക്കിട്ടുന്നുള്ള നല്ലൊരു കുത്താണ് അലീന കൊടുക്കുന്നത്. കാരണം എല്ലാവരുടെ ഭൂതകാലത്തിലും ഉണ്ടാവും അവർ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഓരോ സംഭവങ്ങളും എന്നൊക്കെ പറയട്ടോ. അതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഷോക്കാവുകയാണ് വൈജയന്തി. അപ്പം ബാലചന്ദ്രൻ പിന്നെ അവിടെ ഇടപെടുകയാണ്. മതി, നിർത്ത്, ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നതാണ്, അവിടെ തുടങ്ങി. ഇനി ഇതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളവും വേണ്ട, അലീന റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് അലീനോട് പോകാൻ പറയണം. അലീന പോകാൻ മടിച്ചിട്ട് ഇങ്ങനെ ആ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിയിട്ട് അലീന അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വൈജയന്തിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വൈജയന്തിയുടെ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ വൈജയന്തിയും തന്നെ തുറിച്ച് നോക്കുകയാണ് അലീനയെ. എൻ്റെ സ്വഭാവം അവൾക്ക് ശരിക്കറിയത്തില്ല, ഞാൻ അവളെ കാണിച്ചു കൊടുക്കണം, അവളെ ഞാൻ ഇവിടെ ഇട്ടാക്കെ വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ പിന്നെ എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ അലീന റൂമിലേക്ക് എത്തുമ്പോൾ കരഞ്ഞോണ്ടാണ് റൂമിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കുഞ്ഞ്, എന്ത് പറ്റി അലീന, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നുമില്ലാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാം കേട്ടോ. നീ പറ, എന്താണ് അവിടെ ശബ്ദം കേട്ടത്, എന്താണ് ഒരു ബഹളം കേട്ടത്, നീ പറ മോളെ, എന്ത് പറ്റി, വൈജമോള് നിന്നെ വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ മകൾക്ക് അല്ലെങ്കിലും എന്നെ കുത്തി നോവിക്കാൻ കിട്ടുന്ന അവസരമൊന്നും ഒഴിവാക്കത്തില്ലല്ലോ, വിട്ട് കളയത്തില്ല. എന്നെ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയുടെ മോൾക്ക് ഒരു സമാധാനം കിട്ടത്തില്ലെന്ന് തോന്നുന്നു. എപ്പോഴും എന്നെ മോശക്കാരിയാക്കി സംസാരിക്കാനാണ് താല്പര്യം. ഇപ്പോൾ ഇത് എന്നെ മാത്രമല്ല എൻ്റെ മമ്മിയെയും മോശക്കാരിയാക്കി സംസാരിക്കുകയാണ്. എൻ്റെ മമ്മി ചീത്തയായ സ്ത്രീയാണ് എന്നൊക്കെയാണ് അമ്മയുടെ മകള് പറയുന്നത്. എനിക്കത് കേട്ട് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ മമ്മി എങ്ങനെയാണ് എന്നെ വളർത്തിയതെന്ന് എനിക്കറിയാം. ഓരോ രക്ഷിതാക്കളും മക്കളെ പ്രസവിച്ചിട്ട് ഓർഫനേജിൽ കൊണ്ടുപോയി തള്ളുന്നത് പോലെ തള്ളുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തിയതാണ് എൻ്റെ മമ്മി. അങ്ങനെയുള്ള ഒരു മമ്മിയെക്കുറിച്ചാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചത്. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അലീന.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോണത്. വൈജയന്തിയുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അലീന. കാരണം ബ്രിജിത്ത മമ്മി അത്രയും മോശമായിട്ട് പറഞ്ഞപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വളരെ നല്ല രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ് അലീന അവിടെ ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ റിവ്യൂ ആയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോറി ആയിട്ട് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ അതുപോലെ ഒരു അപ്കമിങ് എപ്പിസോഡ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് അലീനയെ കുറിച്ചുള്ള രഹസ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നില്ല. ഒരു നല്ല എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ആ അപ്കമിങ് എപ്പിസോഡ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ.